ഞാൻ പലപ്പോഴും പറഞ്ഞില്ല FTVS ഒരിക്കലും ജെന്യൂൻ റിവ്യൂ അല്ല. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ തേർഡ് ഷോ എടുക്കണം, അപ്പോൾ ജെന്യൂൻ റിവ്യൂ കിട്ടണം. എന്നിട്ട് ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് മീഡിയക്കാരുടെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. പിന്നെ കാസ്റ്റ് ആംഗിൾ എന്തായാലും പോസിറ്റീവായിട്ട് പറയുന്നത്, നെഗറ്റീവായിട്ടൊന്നും പറയുന്നത്. ഫാൻസാണെങ്കിൽ അവരും പോസിറ്റീവായിട്ട് പറയുന്നത്. ഇതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലമുള്ള പല പടങ്ങളും തിയേറ്ററിൽ മോശമായി, തിയേറ്റർ നന്നായിട്ട് പോയിട്ട് OTTയിൽ മോശമായി. ഇപ്പോൾ ഭരതനാട്യം പടം നല്ലൊരു പടമായിരുന്നു, അത് തിയേറ്ററിൽ നന്നായിട്ട് പോയില്ല, പക്ഷേ OTTയിൽ നന്നായിട്ട് പോയി. ഒരിക്കലും FTVS കണ്ട് നിങ്ങൾ പടം കാണാറുണ്ട്, ജെന്യൂൻ റിവ്യൂ ആയിരുന്നു. അത് ജെന്യൂനായിട്ട് പറയുന്നത് ഈവൻ സീക്രറ്റിന് പോലുള്ള ആൾക്കാർ പോലും മറ്റേ DNA അല്ലെങ്കിൽ ബോയ് ബാസ്റ്ററിൻ്റെ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പടമായിട്ട് പോലും പോസിറ്റീവ് അല്ല കൊടുത്തത്. ബാഡ് ബോയ്സ് നിഷ്പക്ഷമായിട്ട് റിവ്യൂ പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. നിങ്ങൾ ഒരിക്കലും FTVS വെച്ചാൽ പടം കാണരുത്. ഞാൻ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ അല്ലെങ്കിൽ തേർഡ് ഷോ ആണ് കാണുന്നത്, അപ്പോഴേ ജെന്യൂൻ റിവ്യൂ കിട്ടും. പല പടവും അതുകൊണ്ടാണ് ഇപ്പോൾ ഭരതനാട്യം നല്ല പടമായിരുന്നു, പല നല്ല പടവും ഉണ്ട്. അത് തിയേറ്ററിൽ വിജയം കിട്ടില്ല, കാരണം FTVS അവർ മാനിപ്പുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ OTTയിൽ വരുമ്പോൾ ഞാൻ ജെന്യൂൻ അവസ്ഥ മനസ്സിലാക്കി, വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും. കഴിയാണ്ട് നിങ്ങൾ ഇത് സെക്കൻഡ് ഷോ തേർഡ് ഷോ റിവ്യൂ ആണ് മെയിൻലി എടുക്കേണ്ടത്, അതാണ് ജെന്യൂൻ റിവ്യൂ. ഇത് ഒരുപാട് മീഡിയ പോലും ഒരുപാട് റിവ്യൂ വാങ്ങിച്ചാൽ ചെയ്യുന്നത്. മീഡിയയ്ക്ക് കാശ് മാത്രം കിട്ടിയാൽ മതി. മറ്റേ കാസ്റ്റ് ആംഗിൾ എന്തൊക്കെ വന്നാലും അവരുടെ പടം പോസിറ്റീവ് പറയും. പിന്നെ ഫാൻസുകാരുണ്ടെങ്കിൽ അവരും തള്ളി മറിക്കുകയുള്ളൂ. FTFS അല്ല, FT സെക്കൻഡ് അല്ലെങ്കിൽ FTFSS ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ, അല്ലെങ്കിൽ FTTS ഫസ്റ്റ് ഡേ തേർഡ് ഷോ, അതാണ് എടുക്കേണ്ടത്. അതാണ് ജെന്യൂൻ റിവ്യൂ. FTVS വെച്ച് നിങ്ങൾ പടം കാണാൻ നിൽക്കരുത്.